സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി വന്നിട്ടുണ്ടോ? ഓട്ടോക്കാരൻ വന്നിട്ടുണ്ട്. ആണല്ലേ? ആ. അപ്പം കേരള ജനത കാത്തിരുന്ന ഓട്ടോക്കാരൻ ഫ്ലോറിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് സുസ്വാഗതം ചെയ്യാം പുള്ളി. പോരോ. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഞാൻ പുരുഷൻ. നിങ്ങൾക്ക് ആരാണ് ഈ പേരിട്ടത്? എന്റെ അമ്മാവനാണ് എനിക്ക് ഈ പേരിട്ടത്. അമ്മാവൻ എന്നെ ഒന്ന് കാണാൻ പറയണേ. എന്തിനാ സാറേ? തെരണ്ടി വാരി കൊണ്ട് 2 അടി കൊടുക്കാനാണ്. നിങ്ങൾ പുരുഷന്മാർക്ക് യോജിക്കുന്ന പരിപാടിയാണോ നിങ്ങൾ ചെയ്തത്? അല്ല സാറേ, നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ അരിയത്തെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാല്? സാറേ, എനിക്ക് 51 വയസ്സുണ്ട്. അറിയാമോ? എനിക്ക് ഓർമ്മ കിട്ടൂല. എവിടെ സേലത്തുണ്ടെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 19. എത്ര? 19. നിങ്ങൾക്ക് 51 വയസ്സ്. ഒരു 5 കൊല്ലവും കൂടെ കഴിഞ്ഞാൽ കൊട്ടൻ ചുക്ക തൈലത്തിൽ കിടന്ന് ഉരുളേണ്ട മനുഷ്യൻ. ഇയാളുമായിട്ട് നിങ്ങൾ കൊളിച്ചോടിക്ക് എന്ത് ചെയ്യാനാ? അല്ല, എനിക്ക് ചേട്ടനെ ജീവിക്കാൻ പറ്റത്തില്ല. അതാണ്. എനിക്ക് മോളും വേണം. എന്താ? എനിക്ക് രണ്ടുപേരും അങ്ങോട്ട് മോളും ചേട്ടും. കേരള ജനതയ്ക്ക് ഇതെന്താണ് പറ്റിയത്? ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ സുസ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുമ്പോ ക്യാമറ നിർത്തി വെക്കുമ്പോ അതിന്റെ പെട്ടിരുന്ന് ഉമ്മ വെക്ക. ഇതൊരു മുറിക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ? മര്യാദക്ക് അടങ്ങിയിരുന്നു. എടുത്തു. ഞങ്ങളുടെ പ്രണയം എങ്ങനെയാണ് ആരംഭിച്ചത്? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തെറ്റല്ല, ചേട്ടന്റെ തെറ്റായിരുന്നു. ഞാനും ചേട്ടത്തിയും ചേട്ടനും കൂടി ആദ്യം ഒരു സിനിമയ്ക്ക് പോയി തിയേറ്ററില്. അപ്പൊ ചേച്ചിയാണ് നടുക്കിയിരുന്നത്. അപ്പൊ ചേട്ടൻ അപ്പുറത്തിരുന്ന് എന്റെ തോളിലോട്ട് ഇങ്ങനെ. അയ്യോ, അതല്ല സത്യം. നല്ല സിനിമയാണ്. ഞാൻ സിനിമയിൽ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. നല്ല പടമായിരുന്നു. എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം എന്റെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തത് എന്റെ കൈ കിരിത്തോട്ട്. ഞാൻ പിടിച്ചില്ല. ഞാൻ ഗ്ലാസ്സിൽ മാത്രമേ പിടിച്ചോളൂ. സത്യമാണ് സാറേ, ഞാൻ പിടിച്ചിട്ട്. എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം ഒരു ഉത്സവം ഉണ്ടായിരുന്നു. നാടകം കാണാൻ ചെന്നിരുന്നതും പുറംകാലി കൊണ്ട് എന്തെങ്കിലും ചൊറുണ്ട്. ഇല്ല, നല്ലതാണ്. ഞാൻ കൈയടിച്ചോണ്ടിരിക്കുന്നത്. ഈ സുമ, നിങ്ങളുടെ നാട് എവിടെയാണ്? ഉമ്മന്നൂര്. ഉമ്മന്നൂരുള്ള നാട്ടുകാരുടെ ഉമ്മ മുഴുവൻ നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുത്തേക്കോ ഈ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത്? നിങ്ങൾക്ക് ലോക വിവരം ഇല്ലേ? അയ്യോ, എനിക്ക് ലോക വിവരമൊക്കെ ഉണ്ട്. എന്ത് ലോക വിവരം? ഞാൻ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ട മത്സരത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ കൊച്ചിലെ തുടങ്ങിയ ഓട്ടമാണ്. നിങ്ങൾ ഈ ഓടുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം കേട്ടാ. നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരുന്നു? സാറേ, ഞാൻ എല്ലാവരും സഹായിക്കും സാറേ. അപ്പൊ മറിഞ്ഞു വീഴുന്ന ആ ഒരു ആളെ ഞാൻ സഹായിക്കും. വെള്ളത്തിൽ വീണ് ചാവാൻ പോണ ഒരാളെ സഹായിക്കും. എല്ലാവരെയും സഹായിക്കും. സഹായിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു ഡിങ്ക സ്വഭാവമാണ് നിങ്ങൾക്ക്. അല്ല സാറേ, സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാറേ? എന്റെ വീട്ടില് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആരുമില്ല. പെണ്ണുങ്ങളില്ല. പെണ്ണുങ്ങളില്ലേ സാറേ? എന്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ല. അത് എന്റെ അച്ഛനല്ലേ എന്നെ പ്രസവിച്ചത്. എനിക്ക് കവർ പോലാണ് മേടിച്ചു തന്നത്. സാറേ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് 3 ചേട്ടന്മാരുണ്ട് സാറേ. ഓക്കെ. അവരെ കല്യാണം നടന്നില്ല. അതാണ് എന്റെ വിഷമം. അവരെ കല്യാണം നടക്കാതെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ആ വിഷമം മാറ്റാൻ വേണ്ടി നിങ്ങൾ ഓടിയിടുന്ന കല്യാണം കഴിക്കുമല്ലേ? അങ്ങനെയാണെങ്കില് എന്റെ ജീവിതം തൊലഞ്ഞു പോയതിന് പ്രധാനപ്പെട്ട ആൾക്കാർ എന്റെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മേ? എനിക്ക് 6 വയസ്സുള്ളപ്പോ എന്റെ അച്ഛനും അമ്മയും കൽക്കട്ടയിലേക്ക് യാത്രയായി. എന്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. യക്ഷിക്കഥകളും പുരാണങ്ങളും പറഞ്ഞു തന്നെ എന്നെ വളർത്തിയത് എന്റെ അമ്മൂമ്മയാണ്. അവസാനം 10ാം ക്ലാസ് ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ഇടനാടിയിലൂടെ ഓടുന്ന കാര്യം ടീച്ചർ ഇപ്പോഴും ഓർക്കാറുണ്ട്. പഴന്തമിഴ് പാട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഈ നാഗവല്ലിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കള്ളം, നോണ, കള്ളക്കഥ ഇവിടെ എടുക്കൂല. സത്യസന്ധമായിട്ടുള്ള എന്ത് കാര്യമുണ്ടോ പറയാം. അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊത്തിരി സുന്ദരനാണല്ലോ. ഞാൻ പറഞ്ഞു കള്ളം ഇവിടെ എടുക്കില്ല, മാത്രമേ എടുക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അതല്ല സാറേ, എന്റെ മോള് എന്നെ ഇഷ്ടപ്പെട്ട എന്തെന്നറിയാമോ? ഞാൻ നല്ല രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കും. എന്റെ മോള് കഥ പറയും. എന്ത് കഥയാണ് പറഞ്ഞത്? നിങ്ങൾ അവരെ പ്രണയത്തിലേക്ക് വീഴ്ത്തിയ ആ കഥയൊന്നും. എന്റെ മോളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഞാൻ പറഞ്ഞു. പറയൂ. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു തരം ആഹാരം കൊടുത്തിട്ടില്ല ബ്രിട്ടീഷുകാർ. അറിയാമോ? ഞാനാണോ ആഹാരം എടുത്ത് മാറ്റിയത്? അല്ല, പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ചൂടാവുന്നതിന് കഥ പറയും. പക്ഷേ കഥ പറഞ്ഞത് അങ്ങനെ ആഹാരം കിട്ടാതെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെല്ലാം കൂടെ ചക്ക എടുത്തിട്ട് അതെല്ലാം കൂടെ വേവിച്ച് പുഴുങ്ങി. ഓക്കെ, പുഴുങ്ങി എടുത്ത് ഈ ചക്കയും ചക്കക്കുരും തിന്നാൻ നേരത്താണ് ഈ ബ്രിട്ടീഷുകാർ ഓടി വന്നത്. ഈ ചക്കയും ചക്കക്കുരും തിന്നുന്നതിന് മുമ്പാണ് ട്വിസ്റ്റ്. ചക്കയും ചക്കക്കുരും കഴിക്കുന്നതിന് മുമ്പല്ലല്ലോ ട്വിസ്റ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞല്ലേ ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് കഥയാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞ തെറ്റ് പുള്ളിയുടെ ഭാഗത്താണ്. ഞാൻ ഈ നയത്തിൽ നിന്നുള്ള വ്യക്തിയല്ലായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുന്ന ടൈം ഒരു ദിവസം ഞാൻ ഇങ്ങനെ അലമാരയുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ കണ്ണടിയിൽ ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പം പുള്ളി വന്ന് എന്റെ ദേഹത്ത് തൊട്ടു. അപ്പം തന്നെ ഞാൻ പുളകിത കുഞ്ച കുടീരപതിയായി. അല്ല, തൊട്ടത് വരെ എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് പറഞ്ഞ എന്തോ സംഭവം പിടി. ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പോ പുള്ളി വന്ന് എന്റെ ദേഹത്ത് തൊട്ടു. അപ്പോൾ തന്നെ ഞാൻ പുളകിത കുഞ്ച കുടീരപതിയായി. അല്ല, അതെന്താ എനിക്ക് മനസ്സിലായില്ല. സാറിന് മനസ്സിലായില്ലേ? ഇല്ല. മോളു എന്നെ തൊട്ടേ. കണ്ണൂസേ
ഇതാണ് പുളകിത കുഞ്ച കുടീര പദ്ധതി. ഈ കടുക്ക എന്ന് പറയുന്ന ചെറിയ ഒരു കാ കിട്ടും. ഇത് നമ്മള് വെള്ളത്തിലിട്ട് കുടിക്കരുത്. ഇത് നമ്മള് ചമ്മന്തി അരച്ച് കഴിക്കണം. എന്നാലേ നിന്റെ ഈ കുടീര കുഞ്ചമതി മാറും. ചേട്ടൻ പഴയ കഥകളൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഒരുപാട് അടുക്കാനുള്ള കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലെ. അതിന് ചേച്ചിയും ചേട്ടനും ഞാനും കൂടി നമ്മൾ എപ്പോഴും സാറ്റ് കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ സാറ്റ് കളിക്കുമ്പോ ചേച്ചി ആയിരിക്കും എണ്ണുന്നത് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒളിക്കും. അതായത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു നല്ല കാര്യം വ്യക്തമായിരിക്കുകയാണ്. എത്ര വരെ എണ്ണുമായിരുന്നു? സാറേ അത് ഞാൻ പറഞ്ഞില്ല സാറേ. ഈ ഞാനും എന്റെ പെണ്ണുമായിട്ട് പിണങ്ങാൻ മെയിൻ കാരണം ഇതാണ്. വിദ്യാഭ്യാസം ഇല്ല. അവർക്ക് 10 വരെ എണ്ണ അറിയാവും. ചേട്ടത്തി 10 വരെ എണ്ണിയ സമയത്ത് സേലം പിടിച്ചു രണ്ടുപേരും. അപ്പം 100 വരെ എണ്ണിയിരുന്നെങ്കിൽ ഇന്ത്യ വിട്ടാനെ. സാറ്റുകളെ ശ്രദ്ധിക്കുക. മറ്റെന്തെല്ലാം ഗെയിമുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ കളിക്കാൻ പറ്റിയ. ഓക്കെ, എന്തായാലും നീതിക്ക് വേണ്ടി വന്നേല്ലേ. പഴയ കഥകളൊക്കെ കേട്ടപ്പോ എനിക്ക് ചേട്ടനോട് വീണ്ടും ഭയങ്കര ഒരു സ്നേഹമായി. ഞാൻ ചേട്ടായിന്റെ കൂടെ അങ്ങ് പോട്ടെ സേലത്തോട്ട്. അയ്യോ അത് പറ്റൂല. എനിക്ക് ഇനി നിന്റെ വീട്ടിൽ പോയി 2 പേരെ കൂടെ എനിക്ക് രക്ഷപ്പെടുത്തണമെന്ന്. അല്ല, അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേരള ജനത നിങ്ങൾക്കൊരു വിവാഹ സമ്മാനം തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കിഴക്കോട്ട് തിരിച്ചു നിന്ന് ചെരുപ്പൂരി ഇടുക. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.